എസ് കെ എൻ സാർ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ നമ്മുടെ SKN40 യാത്രയിലെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നമ്മൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയതിനു ശേഷം ഒരു അടിയന്തര യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. തുടർന്നുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. താങ്കളുടെ മാധ്യമ ജീവിതത്തിൽ 40 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അതിനൊരു ആഘോഷത്തിൻ്റെ സ്വഭാവം നൽകാതെ സമൂഹം ഈ ഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തിനെതിരായ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ, ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ നമ്മൾ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിലിപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം എസ് കെ? ഓക്കെ, താങ്ക് യു TK രജിത്. ഈ അറിഞ്ഞ വാർത്ത നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു മാധ്യമ ഇടപെടൽ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അന്ന് നമ്മൾ മുഖ്യമന്ത്രി കണ്ടപ്പോൾ PP ജെയിംസും ഞാനും C ഉണ്ണികൃഷ്ണനും നമ്മുടെ മറ്റുള്ള വാർത്താ ലേഖകരുമായിട്ട് മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട്, ഈ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേരളത്തിലെ ഒരു കുട്ടി MDMA ഉപയോഗിക്കുന്നവനാണ് എന്നൊരു ഖ്യാതി നമുക്ക് വേണ്ട. നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവർ തകർത്ത് കളയും. ഒരുപക്ഷെ നമുക്ക് ഇതിൽ കടുത്ത നടപടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവി ജനറേഷൻ നമ്മളെ പഴിക്കും എന്നുള്ള രീതിയിൽ വളരെ ഗൗരവത്തോടെ മുഖ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടെ അദ്ദേഹം എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു അതിശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളെ യാത്രയാക്കിയത്. എന്നിരുന്നാലും അദ്ദേഹം ഇത്രയും പെട്ടെന്നൊരു ഉന്നതതല യോഗം വിളിച്ച് ഇതിൽ നടപടികൾ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം ഗംഭീരമായി. അതുമാത്രവുമല്ല, ഒരുപക്ഷെ കേരളത്തിൽ നമുക്കറിയുന്നതിനേക്കാളും വളരെ ദുസ്വാധീനം ചെലുത്തുന്ന ഒരു സാധനമായി രാസലഹരി മാറിയിട്ടുണ്ട്. സ്കൂൾ വരാന്തകളിലും ക്യാമ്പസുകളിലും ഒക്കെ തന്നെ ചുറ്റിത്തിരിയുന്ന മാഫിയ സംഘങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഈ എക്സൈസും പോലീസും റെയ്ഡുകളൊക്കെ സജീവമാക്കി കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ കേരളം വിട്ടിട്ടുണ്ട് എങ്കിൽ പോലും കുറേ അധികം സാധനങ്ങളിൽ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ പല ക്യാമ്പസിലെയും കുട്ടികൾക്ക് വിഡ്രോയൽ സിംറ്റംസ് വരെ ഉണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞൊരു കാര്യം, അങ്ങ് മുഖ്യമന്ത്രി ആയിട്ട് 2ാം ഊഴത്തിലിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഭരണകാലത്ത് അങ്ങ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും നല്ല 10 കാര്യങ്ങൾ എടുത്താൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മയക്കുമരുന്നിനെതിരെ അങ്ങ് സ്വീകരിക്കുന്ന നടപടിയായിരിക്കുമെന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് കേട്ടു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഈ വ്യാപിക്കുന്ന ഒരുപക്ഷെ കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന കവിവാക്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. കേരളമെന്ന് കേട്ടാൽ ലഹരി വ്യാപന കേന്ദ്രങ്ങളുള്ള ഒരു നാടായി ഇതിനെ കാണാൻ പാടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഏതാണ്ട് 60ഓളം ആളുകൾ കേരളത്തിലുടനീളം 30ലധികം ദിവസങ്ങൾ നടത്തിയ യാത്രയുടെ പരിണിത ഫലമായിരുന്നു ആ റിപ്പോർട്ട്. നമ്മുടെ ഗവേഷണ വിഭാഗം ഒരുപാട് വിദഗ്ധന്മാരെയും നാട്ടുകാരെയും ഇതിന് ഇരകളായ ആളുകളെയും ഒക്കെ കണ്ടെത്തിയിട്ട് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ഭാഗം നമ്മൾ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു. 2ാമത്തെ ഭാഗം വളരെ ആഭ്യന്തര വകുപ്പിന് മാത്രം, മുഖ്യമന്ത്രിക്ക് മാത്രം നൽകിയ ഒരു വിഭാഗമുണ്ട്. അത് വളരെ രഹസ്യ വിവരങ്ങളാണ്. കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നും ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് പ്രത്യേകിച്ച് ഇടപെടൽ വേണ്ടതെന്നും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആരുടെയും മുഖം നമ്മൾ നോക്കിയിട്ടില്ല. അതിലും കരുത്തോടെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തിപരമായി എന്നോട് പറയുകയും ചെയ്തു. ഞാനിപ്പോൾ പറയുന്ന കാര്യം, മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെ സതുദ്ദേശത്തോടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും PTA-യും നാട്ടുകാരും അധ്യാപകരും എല്ലാം ഒന്നു ചേർന്ന് നമ്മുടെ കുട്ടികളെ ആദ്യം മോചിപ്പിക്കണം. മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളിലാണ് ഈ മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവർ വലിയ മാഫിയ നെറ്റ്വർക്കാണ്. ആ സംഘത്തോട് നമ്മൾ എതിരിടാൻ പോയാൽ നമുക്ക് ശാരീരിക പരിക്കുകൾ ഏൽക്കാൻ പോലും സാധ്യതയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇത്രയധികം ആളുകൾ ഒരു യാത്ര 30 ദിവസങ്ങളിൽ നടത്തിയത്. എന്നാൽ നമുക്ക് പോലീസ് കാവലും സംരക്ഷണങ്ങളും ഒക്കെ കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വേറെ അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു നമ്മുടെ യാത്ര അവസാനിച്ചതോടെ നമ്മൾ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു. ഒരിക്കലുമില്ല. അവസാനത്തെ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം ആളുകളെ സാക്ഷിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. അവസാനത്തെ MDMA വിൽപ്പനക്കാരനും കേരളം വിട്ടുപോകുന്നതുവരെ 24 സന്ധിയില്ലാത്ത സമരം തുടരും. മയക്കുമരുന്ന് ലോബി പൂർണ്ണമായും ഇല്ലാതാകണം. ചില ആളുകൾ, ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നു മദ്യത്തിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നില്ല. മയക്കുമരുന്നും രാസലഹരിയും മദ്യവും എല്ലാം കൂടെ മിക്സ് ചെയ്യാൽ ഒന്നും നടക്കില്ലെന്ന് പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് ഈ ഒരു മുഖ്യമന്ത്രി വിളിച്ച യോഗം വളരെ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രശ്നത്തെ എത്ര ഗൗരവത്തോടെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു അദ്ദേഹം റിപ്പോർട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കി അതായത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾക്ക് കത്തെഴുതുകയായിരിക്കും
തന്നെയായിരിക്കും ചെയ്യുക എന്നാണ്. ഇപ്പോൾ ഒരു നേരിട്ടുള്ള ഉന്നതതല യോഗം തന്നെ വിളിച്ച് അദ്ദേഹം അവരോട് ബ്രീഫ് ചെയ്യാനും എന്തൊക്കെ കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കണമെന്നും ഈ സമയബന്ധിതമായി ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ഈ കേരളത്തിലെ വർദ്ധിക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയാൻ പോകുന്നു. 23-ാം തീയതി നടക്കുന്ന യോഗം വൻ വിജയമാകട്ടെ. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ തീരുമാനത്തിന് 24-ന്റെ പിന്തുണയുണ്ടാകും. മാത്രമല്ല തുടർന്നും 24 ഈ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കാൻ ഏറ്റവും വലിയ ശക്തിയിൽ കൂടെ ഉണ്ടാകും. ജനങ്ങൾ കൂടി അദ്ദേഹത്തിന് പിൻബലം കൊടുക്കുക. അത് മാത്രമല്ല ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ 24 തന്നെ പല മോർണിംഗ് ഷോയിൽ ഞാൻ പറഞ്ഞതാണ്, ഓരോ വിദ്യാലയത്തിനും ഒരു സംരക്ഷണ സമിതി ഉണ്ടാകണം. ഇപ്പോൾ തന്നെ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഒരു വിദ്യാലയം സംരക്ഷിച്ച് നിർത്താൻ അവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ 24 മണിക്കൂറും കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു സംരക്ഷണ സമിതി അവിടെ ഉണ്ടാവണം. ആ സമിതിയുടെ കണ്ണ് വെട്ടിച്ച് ഒരുവൻ പോലും ഈ വിദ്യാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. എന്നിരുന്നാലേ നമുക്ക് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയൂ. ഒരിക്കലും നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട MDMA കഴിച്ചിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി കാണുക. കണ്ടാൽ അറിയാം, പല്ല് ദ്രവിച്ചു പോകുന്ന ഒരു 7-12 കൊല്ലം മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സാധനമാണ് MDMA നമുക്ക് സമ്മാനിക്കുക. മാത്രമല്ല ഇപ്പോൾ ഹൃദ്രോഗങ്ങളും വരുന്നുവെന്ന് ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോസഫ് പറയുകയുണ്ടായി. അപ്പോൾ ചെറിയ 14-16 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം വരിക അത്ര മാരകമാണ് കേരളത്തിലെ സാഹചര്യം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനങ്ങളും അതുപോലെ ഈ വിദ്യാലയ സംരക്ഷണ സമിതികളും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ സത്വരമായി ഇടപെടണം. മുഖ്യമന്ത്രിയുടെ ഈ നീക്കങ്ങൾക്ക് വളരെ നന്ദി. അത് അങ്ങയുടെ ചുവടുവയ്പ്പിന് ഒരുപക്ഷെ കേരളം മുഴുവൻ പിൻബലം നൽകും. കാരണം നമ്മുടെ നാടിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ മയക്കുമരുന്ന് വ്യാപനമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു.